ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇതിൽ ശ്രീമന്നാരായണീയത്തിലെ ദശകം 17 ധ്രുവചരിതം. ശ്ലോകം 1 ധ്രുവചരിതത്തെ ഇതിൽ വിവരിക്കുന്നു. ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാമഭീഷ്ടാ അന്യാസുനീതിരിതി ഭർത്തുരനാദൃദാസാ ത്വാമേവ നിത്യമഗതി ശരണം ഗദാഭൂത്. പദം പിരിക്കാം. ഉത്താനപാദ നൃപതേഹ് മനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിഃ നിതാരാം അഭീഷ്ട അന്യാ സുനീതിഃ ഇതി ഭർത്തുഃ അനാദൃതാ സാ ത്വാം ഏവ നിത്യം അഗതിഃ ശരണം ഗദാ അഭൂത്. മനുനന്ദസ്യ ഉത്താനപാദ നൃപതേഹേ. മനുനന്ദസ്യ സ്വയംഭുമനുവിൻ്റെ പുത്രനായ ഉത്താനപാദ നൃപതേഹേ, ഉത്താനപാദൻ എന്ന രാജാവിന് സുരുചിഃ ജായാ നിധരാം അഭീഷ്ട ബഭുവ. സുരുചി എന്ന ഭാര്യ ഏറ്റവും ഇഷ്ടപ്പെട്ടവളായി തീർന്നു. സുനീതിഃ ഇതി അന്യാ ഭർത്തുഃ അനാദൃത ബഭൂവ. സുനീതി എന്ന മറ്റേ ഭാര്യ ഭർത്താവിന് ഇഷ്ടപ്പെടാത്തവൾ ആയി ഭവിച്ചു. അഗതിഃ സാ നിത്യം ത്വാം ഏവ ശരണം ഗദാ അഭൂത്. അഗതിയെ, ഗതിയൊന്നുമില്ലാത്തതായ സാ അവൾ, നിത്യം നിത്യമായിരിക്കുന്ന ത്വാം അങ്ങയെ, ഏവ ശരണം ഗദാ അഭൂത് എന്നും അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചവളായി തീർന്നു. മനുപുത്രനായ ഉത്താനപാദന് സുരുചി എന്ന ഭാര്യ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. സുനീതി എന്ന മറ്റൊരു ഭാര്യ ഭർത്താവിന് ഇഷ്ടപ്പെടാത്തവളുമായിരുന്നു. അഗതിയായ അവൾ നിത്യം അങ്ങയെ ശരണം പ്രാപിച്ചു. നിത്യം ത്വാം, നിത്യനായ, അതായത് കാലത്തിനും ദേശത്തിനും അദിഭ്യമായിട്ടുള്ള നിർമുക്തനായ ഭഗവാനെ ശരണം പ്രാപിച്ചു എന്നർത്ഥം. നിത്യം ശരണം എന്നും എടുക്കാം. മനുമഹാരാജാവിൻ്റെ രണ്ടാമത്തെ മകനാണ് ഉത്താനപാദൻ. അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് സുനീതി, സുരുചി എന്നീ 2 പത്നിമാരും ഉണ്ടായിരുന്നു. 2 പേരിലും രാജാവിന് ഓരോ മക്കൾ. സുനീതിയുടെ മകൻ ധ്രുവനും സുരുചിയുടെ മകൻ ഉത്തമനും. സുനീതി ഗുണവതിയും സുരുചി ഗുണവതിയുമായിരുന്നില്ല. രാജാവിനെ സ്വാധീനിക്കുവാൻ സമർത്ഥയായിരുന്നു. ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാമഭീഷ്ടാ അന്യാസുനീതിരിതി ഭർത്തുരനാദൃദാസാ ത്വാമേവ നിത്യമഗതി ശരണം ഗദാഭൂത്. ശ്ലോകം 2. സുനീതിയുടെ നേരെയുള്ള അനാദരവ് അവളുടെ പുത്രൻ്റെ നേരെയും കാട്ടുവാൻ രാജാവ് നിർബന്ധിതനായി. അംഗേ പിതു സുരുചി പുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതി സുതോധിരോക്ഷ്യൻ ആചിക്ഷിപേ കില ശിശുഃ സുതരാം സുരുച്യാ ദുഃസന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയാ. പദം പിരിക്കാം. അംഗേ പിതുഃ സുരുചി പുത്രകം ഉത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതി സുതഃ അതിരോക്ഷ്യൻ ആചിക്ഷിപേ കില ശിശുഃ സുതരാം
സുരുച്യ ദുസന്ധ്യ ച ഖലു ഭവത് വിമുഖൈഃ അസൂയ. പിതുഃ അംഗേ സുരുചിപുത്രകം തം ഉത്തമം ദൃഷ്ട്വാ. ഒരിക്കൽ അച്ഛൻ്റെ മടിയിൽ സുരുചിയുടെ ഓമനമകനായ ആ ഉത്തമനെ കണ്ടിട്ട് സുനീതിസുതഃ ധ്രുവഃ കില അതിരോക്ഷ്യൻ. സുനീതിസുതഃ സുനീതിയുടെ പുത്രനായ ധ്രുവഃ കില ധ്രുവനും അതിരോക്ഷ്യൻ മടിയിൽ കയറിയിരിക്കുവാൻ തുടങ്ങവേ ശിശുഃ സുരുച്യ സുതരാം ആചിക്ഷുപേ കില. ശിശുഃ ആ കുട്ടിയെ സുരുച്യ സുരുചി സുതരാം ആചിക്ഷുപേ കില കലശലായി ശകാരിച്ചുപോയി. ഭവത് വിമുഖൈഃ അസൂയ അങ്ങയുടെ നേരെ ആഭിമുഖ്യമില്ലാത്തവർക്ക് ദുസന്ധ്യ ച ഖലു അസൂയ വിട്ടു മാറാത്തതാണല്ലോ. സുരുചിയുടെ പുത്രനായ ഉത്തമൻ അച്ഛൻ്റെ മടിയിലിരിക്കുന്നത് കണ്ട് അതുപോലെ അവിടെ കയറിയിരിക്കണമെന്ന ആഗ്രഹം തോന്നി. അത് സ്വാഭാവികമാണല്ലോ. അതിനായി ശ്രമിച്ചു. എന്നാൽ തീരെ കുട്ടിയായിരുന്ന സുനീതിയുടെ പുത്രനായ ധ്രുവൻ സുരുചിയാൽ അത്യന്തം അധിക്ഷേപിക്കപ്പെട്ടു. നിന്തിരുവടിയിൽ ഭക്തിയില്ലാത്തവർക്ക് അസൂയ ഒഴിയാത്തതാണല്ലോ. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ പോയ ധ്രുവനെ സുരുചി അപമാനിച്ചു. അച്ഛന് സുരുചിയെ പേടിയാണ്, അതിനാൽ ധ്രുവനെ ഗൗനിച്ചില്ല. സുരുചി പറഞ്ഞു, നീ എൻ്റെ മകനായി ജനിച്ചിരുന്നുവെങ്കിൽ നിനക്ക് നിൻ്റെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കുവാനുള്ള യോഗ്യത ലഭിക്കുമായിരുന്നു. നീ സുനീതിക്കല്ലേ ജനിച്ചത്, നീ നിൻ്റെ അമ്മയുടെ അടുത്ത് പോ എന്നെല്ലാം പറഞ്ഞ് അപമാനിച്ചു. പിന്നെ സുരുചി പറഞ്ഞു, നീ പോയി വിഷ്ണു ഭഗവാനെ സേവിച്ച് എൻ്റെ മകനായി ജനിക്കാൻ വരം വാങ്ങി വാ, അപ്പോൾ അച്ഛൻ്റെ മടിയിലിരിക്കാം എന്നും പറഞ്ഞ് കളിയാക്കി. അവൻ സങ്കടത്തോടെ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അംഗേ പിതു സുരുചി പുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതിസുതോധിരോക്ഷ്യൻ ആചിക്ഷിപേ കില ശിശുഃ സുതരാം സുരുച്യാ ദുസ്സന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയാ. ശ്ലോകം 3. ധ്രുവന്റെ അമ്മ ഉപദേശിക്കുന്നു, കർമ്മഗതിയിൽ നിന്നും കരകയറുവാൻ ഭഗവാന്റെ പാദശരണം തന്നെ ഉത്തമം. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശംസാ. പദം പിരിക്കാം. ത്വത് മോഹിതേ പിതരി പശ്യതി ധാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതഃ നിജാംബാം സ അഭി സ്വകർമ്മഗതി സന്ധരണായ പുംസാം ത്വത് പാദം ഏവ ശരണം ശിശവേ ശംസ. ദൂരം ദുരുക്തിനിഹതഃ സഹ കലശലായ ശകാരവാക്കുകളാൽ നന്നേ സങ്കടപ്പെട്ട അവൻ, ആ ധ്രുവകുമാരൻ, ത്വമോഹിത ധാരവശ്യേ പിതരി പശ്യതി. ത്വന്മോഹിത അങ്ങയാൽ മോഹിപ്പിക്കപ്പെട്ടവനായിട്ട്, ധാരവശ്യ ഭാര്യയ്ക്ക് അടിമപ്പെട്ടു നിൽക്കുന്ന, പിതരി പശ്യതി അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കെ, നിജാംബാം ഗതഃ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി, സ അഭി പുംസാം സ്വകർമ്മഗതി സന്ധരണായ. സ അഭി സുനീതിയും
പുംസാം സ്വകർമ്മഗതി സന്തരണായ. മനുഷ്യർക്ക് അവരവരുടെ കർമ്മഗതിയിൽ നിന്നും കരകയറുവാനായിട്ട് ശരണം ത്വത്പാദം ഏവ ശിശവേ സശംസ. രക്ഷാസ്ഥാനമായിരിക്കുന്നത് ത്വത്പാദം ഏവ, നിൻ തിരുവടിയുടെ പാദാരവിന്ദം മാത്രമാണ്. ശിശവേ ശശംസ എന്ന് കുട്ടിയോട് പറഞ്ഞു. പിതാവായ ഉത്ഥാനപാദൻ നിൻ തിരുവടിയുടെ മായ കൊണ്ട് മയങ്ങി സുരുചിക്ക് അധീനനായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദുർവാക്കുകളാൽ ഏറ്റവും അധിക്ഷിപ്തനായ ധ്രുവൻ അമ്മയുടെ അടുക്കിലേക്ക് തന്നെ പോയി. സുനീതിയാകട്ടെ അവരവരുടെ കർമ്മഗതിയെ നീക്കുന്നതിന് എല്ലാ ശരീരികൾക്കും നിന്തിരുവടിയുടെ പാദപത്മമല്ലാതെ മറ്റൊരു ആശ്രയവും ഇല്ല എന്ന് ആ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ശ്ലോകം 4. അച്ഛൻ്റെ ആ നിസ്സഹായതയാണ് കുട്ടിയെ കൂടുതൽ വേദനിപ്പിച്ചത്. ആകർണ്യസോऽപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ത്വാം ആരരാധ തപസാ മധുകാനനാന്തേ. പദം പിരിക്കാം. ആകർണ്യ സഹ അഭി ഭവത് അർച്ചന നിശ്ചിത ആത്മാ മാനി നിരേത്യ നഖരാത് കില പഞ്ചവർഷഃ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗഃ ത്വാം ആരരാധ തപസാ മധുകാനന അന്തേ. സഹ അഭി പഞ്ചവർഷഃ കില മാനി. സഹ അഭി പഞ്ചവർഷഃ, ആ കുട്ടിയും അന്നവന് 5 വയസ്സ് മാത്രമായിരുന്നു. എങ്കിലും കില മാനി, അഭിമാനശാലിയായിരുന്നതിനാൽ ആകർണ്യ ഭവദർച്ചന നിശ്ചിതാത്മാ, അമ്മ പറഞ്ഞത് കേട്ടിട്ട് ഭവദർച്ചന അങ്ങേ ആരാധിക്കുവാൻ നിശ്ചിതാത്മാ ഉള്ളുകൊണ്ട് തീർച്ചയാക്കി. നഗരാത് നിരേത്യ പട്ടണം വിട്ടുപോയി. സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ, എന്നിട്ട് വഴിക്ക് വെച്ച് കണ്ട നാരദ മഹർഷി ഉപദേശിച്ച മന്ത്രവും ആരാധനാക്രമവും ധരിച്ച് മധു കാനനാന്തേ തപസ ത്വാം ആരരാധ, മധുവനം എന്ന കാട്ടിനുള്ളിൽ ചെന്ന് തപസ് ചെയ്ത് അങ്ങയെ ആരാധിച്ചു. എവിടെ ചെന്നാണെങ്കിലും ഞാൻ ശ്രീഹരിയെ കണ്ടുപിടിക്കും എന്ന് നിശ്ചയം ചെയ്തു. അന്നവന് 5 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിപ്പോയപ്പോൾ ധ്രുവൻ എഴുന്നേറ്റ് ശ്രീഹരിയെ അന്വേഷിച്ചിറങ്ങി നടന്നു. അവന് കാട്ടിൽ കൂടെ പോകുവാൻ ഒരു ഭയവും തോന്നിയില്ല. കാരണം ഉള്ളിൽ ഭയത്തിന് സ്ഥാനമില്ല, നിറയെ ശ്രീഹരിയായിരുന്നു. അങ്ങനെ വഴിയിൽ നാരദമുനിയുടെ മുമ്പിൽ ചെന്ന് പെട്ടു. മഹർഷിയോട് ശ്രീഹരി എവിടെയാണെന്ന് അന്വേഷിച്ചു. വഴിയും ചോദിച്ചു. ത്രികാലജ്ഞാനിയായ നാരദന് സംഗതി മുഴുവൻ മനസ്സിലായി. നീ കുട്ടിയാണ്, കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകൂ എന്ന് പറഞ്ഞ് നാരദൻ ധ്രുവനെ നിരുത്സാഹപ്പെടുത്തി. ഞാൻ ഒരു കുട്ടിയായതിനാൽ ശ്രീഹരി വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കും, തിരിച്ചു പോവില്ല. ധ്രുവൻ്റെ ദൃഢനിശ്ചയം കണ്ടപ്പോൾ മഹർഷി മന്ത്രം പറഞ്ഞു കൊടുത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ച് ധ്യാനിക്കുവാനും
തപസ് അനുഷ്ഠിക്കുവാനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് മധുവനത്തിൽ പോയി തപസ് ചെയ്യുവാൻ ഉപദേശിച്ചു. യമുനാ തീരത്തിലാണ് മധുവനമുള്ളത്. ആകർണ്യസോऽപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ത്വാം ആരരാധ തപസാ മധുകാനനാന്തേ. ശ്ലോകം 5. ധ്രുവൻ കഠിന തപസ്സനുഷ്ഠിക്കുന്നു. താദേവി ഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്വിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാഃ ക്രമവർദ്ധിതേന നിന്യേ കഠോര തപസാ കില പഞ്ചമാസാൻ. പദം പിരിക്കാം. താതേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീ നാരദേന പരിസാന്ത്വിത ചിത്തവൃത്തൗ ബാലഃ ത്വദ് അർപ്പിത മനാഃ ക്രമ വർദ്ധിതേന നിന്യേ കഠോര തപസാ കില പഞ്ചമാസാൻ. വിഷണ്ണഹൃദയേ താതേ. ധ്രുവൻ പട്ടണം വിട്ടു പോയപ്പോൾ അച്ഛന് ഉള്ളിൽ വിഷാദമായി. ആ അച്ഛനെ നഗരീം ഗതേന ശ്രീനാരദേന. അപ്പോഴേക്കും നഗരത്തിലെത്തിച്ചേർന്ന ശ്രീ നാരദ മഹർഷി പരിസ്വാന്ധിത ചിത്തവൃത്തവും തക്ക സാന്ത്വനവചനങ്ങളാൽ തികച്ചും മനസമാധാനമുള്ളവനാക്കി തീർത്തു. ബാലക ത്വദർപ്പിതമനാഹ. ആ കുട്ടിയോ അങ്ങയിൽ തന്നെ മനസ്സിനെ അർപ്പിച്ചവനായിക്കൊണ്ട് ക്രമവർദ്ധിതേന പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന കഠോര തപസ കഠിന തപസ് അനുഷ്ഠിച്ചുകൊണ്ട് പഞ്ചമാസാൻ നിന്യേ കില 5 മാസങ്ങളെ നയിച്ചുവല്ലോ. തൻ്റെ കുറ്റം കൊണ്ട് ബാലനായ പുത്രൻ പട്ടണത്തിൽ നിന്നും പോയത് ചിന്തിച്ചും അപായം വന്നേക്കുമോ എന്ന് ശങ്കിച്ചും വിഷമിച്ചവനായ ഉത്താനപാദനെ നാരദൻ സമാധാനപ്പെടുത്തി. ധ്രുവനാകട്ടെ നിന്തിരുവടിയിൽ മനസ്സുറപ്പിച്ച് ക്രമേണ കഠിനമായി തീർന്ന തപസ്സുകൊണ്ട് 5 മാസങ്ങൾ കഴിച്ചു കൂട്ടി. വിഷണ്ണ ഹൃദയെ. വിഷാദം ഹൃദയത്തിൽ മാത്രം സൂക്ഷിച്ചുകൊണ്ട്, അതായത് സുരുചിയെ പേടിച്ച് പുറത്ത് കാട്ടിയില്ല എന്നർത്ഥം. താദേവി ഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്വിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാഃ ക്രമവർദ്ധിതേന നിന്യേ കഠോര തപസാ കില പഞ്ചമാസാൻ. ശ്ലോകം 6. ഭഗവാൻ ധ്രുവന് ദർശനം നൽകുന്നു. താവത്തപോബലനിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിതസ്ത്വമുദയത്കരുണാർദ്രചേതാം ത്വദ്രൂപഛിദ്രസനിലീനമദേ പുരസ്താത് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢ. പദം പിരിക്കാം. താവത് തപോബല നിരുച്ഛസിതേ ദിഗന്ധേ ദേവ അർത്ഥിതഃ ത്വം ഉദയത് കരുണാ ആർദ്ര ചേതാഃ ത്വത് രൂപ ചിത് രസ നിലീന മദേഹേ പുരസ്താദ് ആവിർബഭൂവിത വിഭോഹോ ഗരുഡ ആധിരൂഢഃ. താവത് അപ്പോൾ, അതായത് ആ കഠിന തപസ്സിനെ അങ്ങനെ ക്രമത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദിഗന്ധേ തപോബല നിരുച്ഛസിതേ. ദിഗന്ധേ ലോകമെല്ലാം തപോബല നിരുച്ഛസിതേ തപശക്തിയാൽ ശ്വാസം കഴിപ്പാൻ കഴിയാതെയായപ്പോൾ വിഭോ ത്വം ദേവാർത്ഥിതഃ
ഉദയത് കരുണാദ്രചേതാഹ. വിഭോ അല്ലയോ ഗുരുവായൂരപ്പ, ദേവാർത്തിതഃ ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് ത്വം അവിടുന്ന് ഉദയത് കരുണാദ്രചേതാഹ കനിവിനാൽ കരളലിഞ്ഞ് ത്വദ്രൂപ ചിദ്രസ നിലീനമദേഹേ സ്വരൂപത്തിൽ, അതായത് ചിദാനന്ദത്തിൽ നന്നായി ലയിച്ച ചിത്തവൃത്തിയോട് കൂടിയവൻ്റെ പുരസ്താദ് ധ്രുവന്റെ മുന്നിൽ ഗരുഡാതിരൂഢ ആവിർബഭൂവിത ഗരുഡ വാഹനനായും കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ലോകമെല്ലാം ധ്രുവന്റെ തപോബലത്താൽ ശ്വാസം മുട്ടി കഷ്ടപ്പെട്ടതിനാൽ ദേവന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ട നിന്തിരുവടി കാരുണ്യപരവശനായിട്ട് ഗരുഡാരൂഢനായി നിൻ തിരുവടിയുടെ രൂപത്തിൽ മാത്രം മനസ്സിലയിച്ച് ബാഹ്യവസ്തുക്കളെ ഒന്നും അറിയാതെയിരിക്കുന്ന ആ ശിശുവിൻ്റെ, അതായത് ധ്രുവന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. ദിഗന്ധം എന്നാൽ എല്ലാ ദിക്കുകളിലും, ലോകം മുഴുവനും, സമസ്ത പ്രാണികളും എന്നർത്ഥം. ധ്രുവൻ തൻ്റെ ശ്വാസോച്ഛ്വാസത്തെ നിരോധിച്ചപ്പോൾ ലോകം മുഴുവനും ശ്വാസം മുട്ടി കഷ്ടപ്പെട്ടു. ത്വദ്രൂപ ചിദ്രസ നീലിനമദേഹേ, അതായത് ഭഗവാന്റെ സ്വരൂപത്തിലെ ചിദാനന്ദത്തിൽ നന്നായി ലയിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവൻ്റെ മുമ്പിൽ ഭഗവാന്റെ സാക്ഷാത് ദർശനം സാധ്യമാകും എന്നതിവിടെ സൂചിപ്പിക്കുന്നു. മധുവനത്തിൽ പതുക്കെ പതുക്കെ ഭക്ഷണം, വായു, ജലം ഉപേക്ഷിച്ച് ധ്യാനം അഭ്യസിച്ചു വന്ന അവസാനം ഒറ്റക്കാലിൽ പെരുവിരലിൽ നിന്നുകൊണ്ട് ശ്രീഹരിയെ ധ്യാനിച്ച് തപസ് ആരംഭിച്ചപ്പോൾ ലോകം നടുങ്ങി. ജീവജാലങ്ങൾ ശ്വാസം കിട്ടാതെ കുഴങ്ങി. അങ്ങനെ അത്ഭുതകരമായ മനധൈര്യത്തോടുകൂടി തപസ് അനുഷ്ഠിച്ച ധ്രുവന്റെ മനസ്സിൽ ഭഗവാന്റെ സഗുണ സ്വരൂപം തിളങ്ങി. അതേ രൂപത്തിൽ ശ്രീഹരി പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി അവൻ്റെ കവിൾത്തടത്തിൽ തട്ടി അവനെ ധ്യാനത്തിൽ നിന്നും ഉണർത്തി. താവത്തപോബലനിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിതസ്ത്വമുദയത് കരുണാർദ്രചേതാം ത്വദ്രൂപചിദ്രസനിലീനമദേ പുരസ്താത് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢ. ശ്ലോകം 7. ത്വദ്ദർശന പ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിതരേണ തഥാദരേണ. ത്വദ് ദർശന പ്രമദഭാര തരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നം ഇവ രൂപരസായനേ തേ തുഷ്ടൂഷമാണാം അവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാൻ അസി ധരേണ തഥാ ആദരേണ. ത്വദർശന പ്രമദഭാരതരംഗിതം. ത്വദർശനം, അതായത് അങ്ങയെ കണ്ടുകൊണ്ടുണ്ടായ പ്രമദഭാരം, കനത്ത സന്തോഷം, തരംഗിതം, ആ സന്തോഷം കൊണ്ട് ഉള്ളിൽ കിടന്ന് ഓളം വെട്ടുന്നവനും, തേ രൂപരസായനെ ദൃഗ്ഭ്യാം നിമഗ്നം ഇവ, അങ്ങയുടെ മനോഹരമായ ആ രൂപമാകുന്ന അമൃതത്തിൽ കണ്ണുകൊണ്ട് ആണ്ടുമുങ്ങിയവനോ എന്ന് തോന്നും വണ്ണമുള്ളവനുമായ തം തുഷ്ടൂഷമാണം അവഗമ്യ, അവനെ, ആ ധ്രുവകുമാരനെ സ്തുതിപ്പാൻ ആഗ്രഹിക്കുന്നവനായി ധരിച്ചിട്ട് കപോലദേശേ ധരേണ തഥ ആദരേണ, കപോലദേശേ കവിൾത്തടത്തിൽ, ധരേണ
തഥ ആദരേണ ശംഖ് കൊണ്ട് അത്രയും ആദരവോടെ സംസ്പൃഷ്ടവാൻ അസി അവിടുന്ന് ഒന്ന് തടവി. നിൻ തിരുവടിയുടെ ദർശനത്താൽ ഉണ്ടായ സന്തോഷാതിരേകം കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ അല്പനേരം സംഭ്രമിച്ചും നിൻ തിരുവടിയുടെ രൂപാമൃതത്തിൽ കണ്ണുകൾ മുങ്ങിപ്പോയതുപോലെ സ്തംഭിച്ചും നിന്ന അവന് നിൻ തിരുവടിയെ സ്തുതിക്കുവാൻ ആഗ്രഹമുണ്ടെന്നും തൽക്കാലം അതിന് ശക്തിയില്ലെന്നും മനസ്സിലാക്കി നിൻ തിരുവടി ശംഖുകൊണ്ട് അവൻ്റെ കവിളിൽ വാത്സല്യപൂർവ്വം സ്പർശിച്ചു. ഭഗവാനെ നമസ്കരിച്ചു നിന്നു. ത്വദ്ദർശന പ്രമദ ഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിതരേണ തഥാദരേണ. ശ്ലോകം 8. വളരെ കാലം രാജ്യത്തെ അനുഭവിച്ചതിനു ശേഷം മോക്ഷം ലഭിക്കുന്നു. താവദ്വിബോധവിമലം പ്രണുവന്തമേനം ആഭാഷധാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയ സർവോത്തരം ധ്രുവപദം വിനിവർത്തിഹീനം. പദം പിരിക്കാം. താവത് വിബോധ വിമലം പ്രണുവന്തം ഏനം ആഭാഷതാഃ ത്വം അവഗമ്യ തദീയ ഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ സർവ ഉത്തരം ധ്രുവ പദം വിനിവർത്തിഹീനം. താവത് വിബോധ വിമലം. താവത് അപ്പോഴേക്കും, അതായത് തടവി കഴിഞ്ഞപ്പോഴേക്കും, വിബോധ വിമലം വിശിഷ്ടമായ ബോധത്താൽ, ആ ജ്ഞാനത്താൽ മനോ മാലിന്യമെല്ലാം അകന്നവനും, എന്നിട്ട് പ്രണുവന്തം ഏനം പ്രകർഷേണ ധാരാളമായും സ്തുതിക്കുന്നവനും ആയ ഇവനോട്, ഈ ധ്രുവകുമാരനോട്, തദീയഭാവം അവഗമ്യ ത്വം ആഭാഷത, തദീയഭാവം അവൻ്റെ അന്തർഗതം, അവഗമ്യ ത്വം ആഭാഷതാഹ മനസ്സിലാക്കിയിട്ട് അവിടുന്ന് അരുളി ചെയ്തു. ധ്രുവ, അല്ലയോ ധ്രുവ, ചിരം രാജ്യം സമനുഭൂയ, വളരെ കാലം രാജ്യത്തെ നന്നായി അനുഭവിച്ചിട്ട്, ഭൂയക സർവോത്തരം, പിന്നെ എല്ലാ സ്ഥാനമാനങ്ങളെക്കാളും മികച്ചതും, വിനിവർത്തിഹീനം പദം ഭജസ്വ, പുനരാവർത്തിയില്ലാത്തതുമായ ആ സ്ഥാനത്തെ പ്രാപിച്ചു കൊള്ളുക. ശംഖ് കൊണ്ട് കവിളിൽ സ്പർശിച്ച മാത്രയിൽ ജ്ഞാന വിജ്ഞാനങ്ങൾ ഉദിച്ച് നിന്തിരുവടിയെ സ്തുതിച്ചു കൊണ്ടിരുന്ന അവൻ്റെ ആഗ്രഹം അറിഞ്ഞ് നിന്തിരുവടി അരുളി ചെയ്തു. അല്ലയോ ധ്രുവ, നീ വളരെ കാലം ഭംഗിയായി രാജ്യത്തെ അനുഭവിച്ച്, അതായത് രാജ്യത്തെ നന്നായി ഭരിച്ചതിന് ശേഷം പിന്നീട് സർവോത്കൃഷ്ടവും പുനരാവർത്തിയില്ലാത്തതുമായ സ്ഥാനത്തെ പ്രാപിച്ചുകൊള്ളുക. ഭഗവാനെ നമസ്കരിച്ച് തൊഴുതു നിന്നുകൊണ്ടിരിക്കുന്ന ധ്രുവനോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ഇത്രയും ചെറുപ്പത്തിൽ നീ കാണിച്ച തൻ്റെ ഇടവും ഭക്തിയും നെഞ്ചുറപ്പും എന്നിൽ മതിപ്പുളവാക്കുന്നു. നീ ആഗ്രഹിച്ചതൊക്കെ നിനക്ക് സാധിക്കും. നീ വളർത്തിയെടുത്ത സൽസ്വഭാവത്തിനും ഭക്തി വിശ്വാസത്തിലും ഞാൻ അത്യന്തം സന്തുഷ്ടനായിരിക്കുന്നു. പിഞ്ചു കുഞ്ഞായ നീ അച്ഛനമ്മമാരുടെ അടുത്ത് പോയി വലുതായതിനു ശേഷം ഗൃഹസ്ഥാശ്രമം നയിച്ച് അച്ഛൻ്റെ കാലശേഷം രാജ്യഭാരം ഏറ്റെടുത്ത് ധർമ്മമാർഗങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ അനേക കാലം ജനസേവനം നടത്തുക. അത് നിന്നെ
ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലേക്ക് ഉയർത്തും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. താവദ്വിബോധവിമലം പ്രണുവന്തമേനം ആഭാഷധാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയ സർവോത്തരം ധ്രുവപദം വിനിവർത്തിഹീനം. ശ്ലോകം 9. സകല ആഗ്രഹങ്ങളെയും സാധിച്ച് വളരെ കാലം സുഖമായി ജീവിച്ചു. ഇത്യൂജുഷിത്വൈഗതേ നൃപനന്ദനോऽസൗ ആനന്ദിതാഖിലജനോ നഗരീമുപേതാം രേമേ ചിരം ഭവദനുഗ്രഹപൂർണകാമാ താദേ ഗതേ ച വനമാതൃതരാജ്യഭാരാ. പദം പിരിക്കാം. ഇതി ഊജുഷി ത്വയി ഗതേ നൃപനന്ദനഃ അസൗ ആനന്ദിതഃ അഖില ജനഃ നഗരീം ഉഭേദഃ രേമേ ചിരം ഭവത് അനുഗ്രഹ പൂർണകാമഃ താദേ ഗതേ ച വനം ആധൃത രാജ്യഭാരഃ. ത്വയി ഇതി ഊജുഷി ഗതേ. അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്ത് അന്തർദാനം ചെയ്തതിനു ശേഷം നൃപനന്ദനഃ അസൗ രാജകുമാരനായ ഈ ധ്രുവൻ ആനന്ദാഖിലജനഃ സകല ജനങ്ങളെയും ആനന്ദിപ്പിച്ചവനായും നഗരീം ഉപേതഃ നഗരത്തിലേക്ക് വന്നിട്ട് താദേ വനം ഗതേ ച ആധൃത രാജ്യഭാരഃ യഥാകാലം അച്ഛൻ വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ചപ്പോൾ രാജ്യഭരണത്തെ കൈക്കൊണ്ടവനായി ഭവത് അനുഗ്രഹ പൂർണകാമഃ ചിരം രേമേ അങ്ങയുടെ അനുഗ്രഹത്താൽ സമസ്ത കാമങ്ങളും സാധിച്ചവനുമായി വളരെ കാലം സുഖമായി കഴിച്ചുകൂട്ടി. ഇപ്രകാരം അരുളി ചെയ്തിട്ട് നിന്തിരുവടി മറഞ്ഞപ്പോൾ ഈ രാജപുത്രൻ പട്ടണത്തിൽ വന്നു. സകല ജനങ്ങളെയും ആനന്ദിപ്പിച്ച് നിന്തിരുവടിയുടെ അനുഗ്രഹത്താൽ സകല ആഗ്രഹങ്ങളെയും സിദ്ധിച്ച് വളരെ കാലം സുഖിച്ചും പിതാവ് തപസ്സിനായി വനത്തിൽ പോയപ്പോൾ രാജ്യഭാരം സ്വീകരിക്കുകയും ചെയ്തു. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച് ഉന്മേഷവനായി തീർന്ന ധ്രുവൻ നാട്ടിലേക്ക് വന്ന് അച്ഛൻ്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ധ്രുവൻ സുരുചി മാതാവിനെയും ജ്യേഷ്ഠനെയും നമസ്കരിച്ച് പിന്നെ സ്വന്തം മാതാവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അമ്മ അവനെ കണ്ടയുടൻ ഓടിച്ചെന്ന് ആഹ്ലാദത്താൽ അവനെ കെട്ടിപ്പിടിച്ച് നിർവൃതി കൊണ്ടു. പിന്നീട് ഗൃഹസ്ഥാശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉത്താനപാദ രാജാവ് ധ്രുവനെ രാജാവാക്കി വാഴിച്ച് വാനപ്രസ്ഥത്തിനു പോയി. ധ്രുവൻ്റെ രാജ്യഭരണം മാതൃകാപരമായിരുന്നു. പ്രജകളുടെ സ്ഥിതിഗതികൾ കണ്ടറിഞ്ഞ് അവർക്ക് രാജ്യത്തിനും ക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. നാടെങ്ങും സമാധാനവും സംതൃപ്തിയും വിളയാടി. ഇത്യൂജുഷിത്വൈഗതേ നൃപനന്ദനോऽസൗ ആനന്ദിതാഖിലജനോ നഗരീമുപേതാം രേമേ ചിരം ഭവദനുഗ്രഹപൂർണകാമാ താദേ ഗതേ ച വനമാതൃതരാജ്യഭാരാ. ശ്ലോകം 10. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനുക്ത്യാ ശാന്ത്യാ പ്രസന്നഹൃദയാദ്ധനദാതുപേദാത് ത്വദ്ഭക്തിമേവ സുദൃഢാമവൃണോന്മഹാത്മാ. പദം പിരിക്കാം. യക്ഷേണ ദേവ നിഹതേ പുനഃ ഉത്തമേ അസ്മിൻ യക്ഷൈഃ സഹ യുദ്ധ നിരതഃ വിരതഃ മനു ഉക്ത്യാ ശാന്ത്യാ പ്രസന്ന ഹൃദയാത് ധനധാത് ഉഭേദാത് ത്വത്
ഭക്തിം ഏവ സുദൃഢാം അവൃണോത് മഹാത്മാ. ഹേ ദേവ പുനഃ അസ്മിൻ ഉത്തമേ യക്ഷേണ നിഹതേ. ഹേ ദേവ, അല്ലയോ ഭഗവാനെ, പുനഃ പിന്നെ ഒരിക്കൽ, അസ്മിൻ ഉത്തമേ യക്ഷേണ ഈ ഉത്തമനെ ഒരു യക്ഷൻ, നിഹതേ സംഹരിച്ചപ്പോൾ, സ യക്ഷൈഹി യുദ്ധനിരതഃ ആ ധ്രുവൻ യക്ഷന്മാരുമായി യുദ്ധത്തിലേർപ്പെടുകയും, മനുക്ത്യ വിരതഃ മനുവിൻ്റെ വാക്കുകേതുവായിട്ട് യുദ്ധത്തിൽ നിന്നും വിരമിക്കുകയും ചെയ്തു. ശാന്ത്യ പ്രസന്നഹൃദയാത് ഉഭേദാത് ധനദാത് ധ്രുവൻ്റെ ശമഗുണം, അതായത് ക്ഷമാശീലം കണ്ട് ഉള്ളു തെളിഞ്ഞു വന്ന വൈശ്രവണനിൽ നിന്നും മഹാത്മാ സുദൃഢാം ത്വഭക്തിമേവ അവൃണോത്. മഹാത്മാവായ ധ്രുവൻ നന്നായി ഉറപ്പുള്ള, അതായത് തികച്ചും അചഞ്ചലമായ ഭക്തിയെ, ഭഗവത് ഭക്തിയെ മാത്രം വരമായി ആവശ്യപ്പെട്ടു. ഒരിക്കൽ നായാട്ടിന് പോയിരുന്ന ഉത്തമനെ ഒരു യക്ഷൻ യുദ്ധത്തിൽ വധിച്ചതിനാൽ ധ്രുവന് യക്ഷന്മാരോട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു. എന്നാൽ പിതാമഹനായ മനുവിൻ്റെ വാക്കനുസരിച്ച് യുദ്ധത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു. ധ്രുവൻ്റെ മനഃശാന്തി അറിഞ്ഞ് യക്ഷന്മാരുടെ രാജാവായ വൈശ്രവണൻ സന്തുഷ്ടനായി അവിടെ വന്നു ചേർന്നു. എന്തു വരം വേണമെങ്കിലും തരാം എന്നും പറഞ്ഞു. എന്നാൽ ആ മഹാത്മാവ് നിന്തിരുവടിയിൽ സുദൃഢമായ ഭക്തിയെ തന്നെ ആ യക്ഷാധിപനോട് വരമായി ആവശ്യപ്പെട്ടു. ഉത്തമൻ ഒരിക്കൽ നായാട്ടിനായി വനത്തിൽ പോയപ്പോൾ കാട്ടിൽ വെച്ച് ഒരു യക്ഷനുമായി ഏറ്റുമുട്ടി യക്ഷൻ ഉത്തമനെ കൊല്ലുകയും ചെയ്തു. സഹോദരനിൽ വാത്സല്യമുള്ള ധ്രുവൻ യക്ഷന്മാരോട് യുദ്ധത്തിനൊരുങ്ങി. പിതാമഹനായ സ്വയംഭുവ മനു അതിനെ തടഞ്ഞു. ധ്രുവൻ യുദ്ധം നിർത്തി അതിൽ നിന്നും പിന്മാറുകയും ചെയ്തു. യക്ഷന്മാരുടെ രാജാവായ വൈശ്രവണൻ സന്തോഷിച്ച് എന്ത് വരം വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞപ്പോൾ സുദൃഢമായ ഭഗവത് ഭക്തി മാത്രം മതിയെന്ന് മഹാത്മാവായ ധ്രുവൻ പറഞ്ഞു. വയസ്സ്, പഠിപ്പ്, കുലം മുതലായ വ്യത്യാസം ഭക്തിമാർഗത്തിൽ ഇല്ല. എല്ലാവർക്കും ഭക്തി ചെയ്യാൻ പറ്റും, അതിന് അധികാരവുമുണ്ട് എന്ന് ഈ ധ്രുവന്റെ കഥ സൂചിപ്പിക്കുന്നു. യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനുക്ത്യാ ശാന്ത്യാ പ്രസന്നഹൃദയാദ്ധനദാതുപേദാത് ത്വദ്ഭക്തിമേവ സുദൃഢാമവൃണോന്മഹാത്മാ. ശ്ലോകം 11. ധ്രുവപദത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നു. അന്തേ ഭവത് പുരുഷനീത വിമാനയാദോ മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യ ജനപാലനലോലധീസ്ത്വം വാതാലയാധിപനിരുന്ധി മമാമയൗഘാൻ. പദം പിരിക്കാം. അന്തേ ഭവത് പുരുഷ നീത വിമാന യാതഃ മാത്രാ സമം ധ്രുവപദേ മുദിതഃ അയം ആസ്തേ ഏവം സഭൃത്യ ജനപാലന ലോലദീഹി ത്വം വാതാലയാധിപ നിരുന്തി മമ ആമയ ഹോഖാൻ. അന്തേ അയം. ഐഹിക ജീവിതത്തിൻ്റെ അവസാന കാലം വന്നപ്പോൾ ധ്രുവൻ ഭവത് പുരുഷനീത വിമാനയാതഃ അങ്ങയുടെ പാർഷാദന്മാർ കൊണ്ടുവന്ന വിമാനത്തിൽ കയറിപ്പോയിട്ട് മാത്രാ സമം ധ്രുവപദേ മുദിതഃ ആസ്തേ
മാത്രാസമം അമ്മയോടുകൂടി ധ്രുവപദം ധ്രുവലോകത്തിൽ മുദിതക ആസ്തേ സന്തുഷ്ടനായിക്കൊണ്ട് ഇന്നും ഇരുന്നരുളുന്നു. വാതാലയാധിപ ഗുരുവായൂരപ്പ ഏവം സ്വഭൃത്യജനപാലനലോലധീഹി ത്വം. ഇപ്രകാരം സ്വഭൃത്യജനപാലന ലോലധീഹി തൻ്റെ ഭക്തജനങ്ങളെ സംരക്ഷിക്കുന്നതിലുള്ള അത്യന്ത തൽപരനായ അവിടുന്ന് മമ ആമയൗകാൻ നിരുന്തി എൻ്റെ എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കണമേ. ധ്രുവൻ 26,000 വർഷം രാജ്യം അനുഭവിച്ചതിനു ശേഷം നിന്തിരുവടിയുടെ പാർഷാദന്മാരായ സുനന്ദനും നന്ദനും കൊണ്ടുവന്ന വിമാനത്തിൽ കയറി മാതാവിനോടുകൂടി ധ്രുവപദത്തിലെത്തി ഇന്നും ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം നിന്റെ ഭക്തന്മാരെ പരിപാലിക്കുന്നതിൽ താല്പര്യമുള്ള നിന്തിരുവടി അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ രോഗസംഘങ്ങളെ ശമിപ്പിക്കണമേ. ധ്രുവപദേ പദം അതായത് സ്ഥിരമായ സ്ഥാനം. ആസ്തേ നക്ഷത്രരൂപേണ ധ്രുവൻ ഒരു സ്ഥിരമായ സ്ഥാനത്ത് ഇന്നും വിളങ്ങുന്നു എന്ന് വിശ്വാസം. ഭൃത്യജന ഭക്തിക്കനുസൃതമായി ചെയ്യുന്ന ഏത് കർമ്മവും ഭഗവത് സേവനം തന്നെയാകിയാൽ ഭക്തജനങ്ങളെ ഭൃത്യജനങ്ങൾ എന്നും ശരിക്കിവിടെ സാരം. അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യജനപാലനലോലധീസ്ത്വം വാതാലയാധിപനിരുന്ധി മമാമയൗഘാൻ. ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധത്തിൽ 8-ാം അധ്യായം മുതൽക്കുള്ള 5 അധ്യായങ്ങളിലായി ധ്രുവചരിതം വിസ്തരിച്ചിട്ടുണ്ട്. ശ്രീമന്നാരായണീയ പാരായണം ദശകം 17. ഉത്ഥാനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാമഭീഷ്ട അന്യാസു നീതിരിതി ഭർത്തുരനാദൃദാസ ത്വാമേവ നിത്യമഗതി ശരണം ഗദാഭൂത്. അംഗേപി സുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതിസുതോധിരോക്ഷ്യൻ ആചിക്ഷിപേ കില ശിശുഃ സുതരാം സുരുച്യ ദുഃസന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയാ ത്വന്മോഹിതേപി ദരിപശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശംസാ. ആകർണ്യസോऽപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ത്വാം ആരരാധ തപസാ മധുകാനനാന്തേ. താദേവി ഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്വിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാഃ ക്രമവർദ്ധിതേന നിന്യേ കഠോര തപസാ കില പഞ്ചമാസാൻ. താവത് തപോബലനിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിതസ്ത്വമുദയത് കരുണാർദ്രചേതാ ത്വദ്രൂപഛിദ്രസനിലീനമദേ പുരസ്താത് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢ. ത്വദ്ദർശനപ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ
തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിതരേണ തഥാദരേണ താവദ്വിബോധവിമലം പ്രണുവന്തമേനം ആഭാഷധാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയ സർവോത്തരം ധ്രുവപദം വിനിവർത്തിഹീനം ഇത്യൂജുഷി ത്വയിഗതേ നൃപനന്ദനോऽസൗ ആനന്ദിതാഖിലജനോ നഗരീമുപേതാം രേമേ ചിരം ഭവദനുഗ്രഹപൂർണകാമാ താദേ ഗതേ ച വനമാതൃതരാജ്യഭാരാ യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനുക്ത്യാ ശാന്ത്യാ പ്രസന്നഹൃദയാദ്ധനദാതുപേദാത് ത്വദ്ഭക്തിമേവ സുദൃഢാമവൃണോന്മഹാത്മാ അന്തേ ഭവത്പുരുഷനീതവിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യജനപാലനലോലധീസ്ത്വം വാതാലയാധിപനിരുന്ധി മമാമയൗഘാൻ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.